ലോകത്തിലെ പല നഗരങ്ങളും അവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ നഗരം, അതായത് ഇറ്റലിയിലെ ഈ വെനീസ്, ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഓവർ ടൂറിസം, അതായത് ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് പ്രകൃതിക്ക് ഇണങ്ങാത്ത രൂപത്തിലേക്ക് ടൂറിസം വളർന്നു എന്നുള്ളതുകൊണ്ട് അവർ പല കാര്യങ്ങളും ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇവിടേക്ക് വരുന്ന ആഡംബര കപ്പൽ, വലിയ കപ്പലുകളെ ഇവർ ആദ്യമേ ഇങ്ങോട്ട് വരുന്നതിന് വിലക്കി. രണ്ടാമത് ഇവർ ചെയ്തത് വലിയ ഗ്രൂപ്പുകൾ ഇവർ ഇങ്ങോട്ട് വരുന്നത് വിലക്കി. അപ്പോൾ അതിൽ വേറൊരു നിയന്ത്രണമാണ് ഈ സിറ്റിയിലേക്ക് വരുന്നതിന്, അതായത് വീക്കെൻഡിൽ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 5 യൂറോ ഫീസ് ഏർപ്പെടുത്തി. അത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നിയന്ത്രണമാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകളെ അവിടെയൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ സിറ്റിയിലേക്ക് കിടക്കണമെങ്കിൽ ഇങ്ങനെ പാസ് വേണം. ആണോ, ഇവിടെ ഇവർ ചെയ്യുന്നത് അതാണ്, സിറ്റി പാസ് എടുക്കണം. അതായത് 5 യൂറോ ആണ്. അപ്പോൾ ഇങ്ങനെ 5 യൂറോ കൊടുത്ത് പാസ് എടുത്തവർക്ക് മാത്രമാണ് വെനീസിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ തന്നെ ഇത് ചെയ്യുന്ന ആദ്യത്തെ സിറ്റിയാണിത്. അതുപോലെ ഇവിടെ ഹോട്ടൽ അക്കോമഡേഷനുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതാണ് ഏതെല്ലാം വീക്കെൻഡിലാണ്, ഏതെല്ലാം ദിവസങ്ങളിലാണ് നിയന്ത്രണം എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന ആളുകൾ 5 യൂറോ കൊടുത്തുകൊണ്ട് ഇവിടത്തേക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. അതേ സമയത്ത് ഇവിടെ താമസിക്കുന്ന, ഈ ഹോട്ടലുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഇവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ഇവർ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവർ വോളണ്ടിയേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ ഭാഗത്ത് മാത്രമല്ല, നമുക്ക് അപ്പുറത്തൊക്കെ കാണാൻ കഴിയും. എല്ലാ കോർണറിലും ഇങ്ങനെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരെ പാസ് ഉള്ളവരെ മാത്രമാണ് ഇവർ കടത്തിവിടുന്നത്. വെനീസിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക് ഐലൻഡിലേക്ക് കയറുന്നതിന് മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ കാണിച്ച ബസ് സ്റ്റേഷൻ മുതലാണ് എൻട്രി ഫീ നിർബന്ധമാക്കിയിട്ടുള്ളത്. വെബ്സൈറ്റിൽ ഫീ അടച്ചാൽ മൊബൈലിൽ QR കോഡുള്ള പാസ് കിട്ടും. ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ഫീ കൊടുക്കാതെ തന്നെ എക്സെപ്ഷൻ റിക്വസ്റ്റ് കൊടുത്താൽ ആ QR കോഡ് കിട്ടും. ഇനി ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഗ്രാൻഡ് കനാൽ റൂട്ടിലൂടെ യാത്ര ചെയ്യാനാണ്. പൂർണ്ണമായും വെള്ളത്തിൻ്റെ മേലെയുള്ള സിറ്റിയാണ് വെനീസ്. 100-ലധികം ഐലൻഡുകൾ ചേർന്ന വെനീസിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി, അതായത് കാറിനും ബസ്സിനും ഓടാൻ വേണ്ടി റോഡുകളേ ഇല്ല. വെള്ളത്തിലൂടെ മാത്രമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. വാപ്പറേറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വാട്ടർ ബസ്സാണ് ഇവിടുത്തെ പ്രധാന പബ്ലിക് ട്രാൻസ്പോർട്ട്. മെട്രോ സിസ്റ്റത്തിന് തുല്യമാണ് വെള്ളത്തിലൂടെയുള്ള ഈ സംവിധാനം. വാട്ടർ ബസ്സിലൂടെ നമുക്ക് വെനീസിലെ എല്ലാ ഭാഗങ്ങളും ഒരുവിധം നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഓരോ സ്റ്റേഷൻ കാണാൻ കഴിയും. വാട്ടർ ബസ് സ്റ്റേഷനാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്റ്റേഷനൊക്കെ നോക്കൂ, അതും വെള്ളത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം താഴ്ന്നാലും ഉയർന്നാലുമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ബോട്ടിൽ കയറാൻ പറ്റും. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലാണെന്നുള്ള ഫീലും കിട്ടുന്നുണ്ട്. കോൺക്രീറ്റ് തറയൊന്നും ഇല്ലാത്തതുകൊണ്ട് താരതമ്യേന പ്രകൃതിയോട് ഇണങ്ങിയ സംവിധാനമാണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഇത് ഗ്രാൻഡ് കനാൽ ശരിക്കും മൊത്തം കവർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള വാട്ടർ ബസ്സിൽ കയറിയാൽ പറ്റും. നമുക്ക് അധികം ഫീ ഒന്നും ഇതിനില്ല. വളരെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഉള്ളത്. പരമ്പരാഗതമായ ഈ തോണികളെ ഗോണ്ടോലാസ് എന്നാണ് പറയുക. പണ്ട് കാലത്ത് ഇതായിരുന്നു പ്രധാനമായും ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. ലൈസൻസുള്ള യൂണിഫോമൊക്കെ ഇട്ട ഗോണ്ടലേഴ്സാണ് ഇത് തുഴയുന്നത്.
വെനീസിലെ ഏറ്റവും പ്രശസ്തമായ ബ്രിഡ്ജാണ് ഈ പുറകിൽ കാണുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾ ആരും തന്നെ ഈ ബ്രിഡ്ജ് മിസ് ചെയ്യാറില്ല. ഇത് ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണെന്ന് നമുക്ക് ഈ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് പ്രത്യേകതകൾ ഈ ബ്രിഡ്ജിന് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് നേരിട്ട് കാണാനാണ് ഇങ്ങോട്ട് കയറുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ടൂറിസ്റ്റുകളുടെ ബഹളമാണ് ഇവിടെ. ഈ പാലത്തിൻ്റെ ഒരു വശത്താണ് മാർക്കറ്റുകളുള്ളത്. അതായത് നമ്മളിപ്പോൾ കയറിപ്പോകുന്ന വശത്താണ് മാർക്കറ്റൊക്കെ ഉള്ളത്. അതുപോലെ നമ്മുടെ പുറകിലാണ് ഇവിടുത്തെ സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പള്ളികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലത്തിൻ്റെ ദൗത്യം. പാലത്തിന് മുകളിൽ ഷോപ്പിംഗ് സൗകര്യമുള്ള, അതായത് ഷോപ്പുകളുള്ള ലോകത്തിലെ ചുരുക്കം ബ്രിഡ്ജുകളിൽ ഒന്നാണ് റിയാൽട്ടോ ബ്രിഡ്ജ്. പാലത്തിൻ്റെ നടുവിൽ ഇങ്ങനെ വിവിധ തരം ഷോപ്പുകളാണ്. പാലത്തിന് അപ്പുറത്തുള്ളതുപോലെ തന്നെ ഈ വശത്തും സിറ്റിയുടെ കാഴ്ച കാണാനുള്ള സൗകര്യമുണ്ട്. വെനീസിലേക്ക് കടക്കണമെങ്കിൽ 5 യൂറോ ഫീ കൊടുക്കണമെന്നുള്ള നിബന്ധന വീക്കെൻഡിൽ തിരക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് പല ആളുകളും അതിനെ പല രൂപത്തിലാണ് കാണുന്നത്. പലരും അതിനെ എതിർക്കുന്നുണ്ട്. Garifa. I'm from Garifa. We support this. This speak English. Speak English. No. Who speak English in your team? Federica. English or Italian? English. Yes. Where are you from? No, I just want to have a You are comment. live? Yeah. No, not live. No, not live. I just have a comment from you. How do you think this fee in Venezuela? If you want to... I'm from Bassano del Grappa. We are from Bassano del Noi altri Grappa. beviamo e il Covid Do you non know ne fa Bassano del paura. Grappa? No, I don't know. It's Where a are you city from? in Veneto. Spiro, vedi che ha mosca qua. Are you a policeman? Barbizio. No, I'm from India. India is good. India is You are puntino. from India? Yeah, India. India have a puntino qua. Vero? Red puntish. Yes. Yeah, are you crazy Buddhist? Thank you. Bye. വെനീസിൽ 5 യൂറോ വരെ ഏർപ്പെടുത്തി. അത് വീക്കെൻഡിലാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. എതിർക്കുന്നവരുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു സിറ്റിയിലേക്ക് കടക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ്. ഫീ കൊടുത്ത് മാത്രം പ്രവേശിച്ചാൽ മതി എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. മാത്രമല്ല ഈ ഫീ ഇങ്ങനെ ഏർപ്പെടുത്തിയത് കൊണ്ട് ആളുകളുടെ എണ്ണം കുറയാനൊന്നും പോകുന്നില്ല എന്ന് വാദിക്കുന്നവരും ഇവിടെയുണ്ട്. അപ്പോൾ അവരാണ് ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവർ ചെയ്തിട്ടുള്ളത് 25-ലധികം ആളുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾക്ക് ഇവിടെ വെനീസിൽ പ്രവേശിക്കാനാവില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ വലിയ ഗ്രൂപ്പുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. അതുപോലെ അവർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഫീ ഏർപ്പെടുത്തിയതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്നാണ് ഇവിടെ ലോണ്ടറി നടത്തുന്ന ഇദ്ദേഹം പറയുന്നത്. So there is no difference. Okay. ടൂറിസ്റ്റുകൾ വെനീസിന് പ്രശ്നമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. They take the food on the supermarket and after they go on the way, they eat the rubbish. So we pay, and after you see the people that is sit down on the bridge, they eat. You must be it's not. This is not good. Understand? സംസാരത്തിനിടയിൽ അദ്ദേഹം താനും ഒരു യാത്രികനാണെന്ന് വെളിപ്പെടുത്തി. ഓരോ 3 മാസം കൂടുമ്പോഴും യാത്ര ചെയ്യുന്ന ഈ ലോണ്ടറി ഉടമ പോകേണ്ട സ്ഥലങ്ങളും റൂട്ടും എഴുതി വെച്ചത് എടുത്തു കാണിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. 58 years, but the first trip is when I was 60 years. Now it's 41 years that I go around the world. Oh, okay, great. You're a great fan. Look, now after I come back here 1 month, I go 1 month all this. Okay, I do. So how many countries did you visit? 50 countries. 60, yeah. That's excellent. You think every 3 months, I stop, I go. Very nice. It's this after I go in
Giappone. Why you make like this in writing? Yeah, because I made the whole after going Kosovo. Okay. Pristina, did you go there, Pristina? Next year. Yeah, Pristina is very nice. It's very nice. You see? Pristine. Pristine, yeah. Pristine is very nice. You see? Pristina is another capital, but Pristine is another. I was You there. see? Yeah. Also Macedonia is nice. Macedonia is nice. Yeah, Macedonia. Then you can, for example, Macedonia. Okrida. Macedonia. The Okrida Lake. Yeah, what you can do, Yeah. Macedonia, Orchid Lake, then Albania, After then you go down. Kosovo. Yeah, it's it's, nice. yeah. പച്ചക്കറി മാർക്കറ്റും ഫിഷ് മാർക്കറ്റും ഒക്കെ ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. 10 മിനിറ്റ് മുമ്പ് ഇതിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞു. 12 മണി കഴിഞ്ഞതുകൊണ്ട് മാർക്കറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കച്ചവടം കഴിഞ്ഞ് കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വെനീസിലെ വേസ്റ്റ് കളക്ഷൻ സിസ്റ്റവും പ്രവർത്തിക്കുന്നത് വെള്ളത്തിലൂടെ തന്നെയാണ്. ഇതിന് പുറമെ വാട്ടർ പോലീസ്, വാട്ടർ ആംബുലൻസ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങുകളിൽ മിക്കതും ഹോട്ടലുകളോ അല്ലെങ്കിൽ എയർബിഎൻബിയുടെ അക്കോമഡേഷനോ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഇവിടെയുള്ള അക്കോമഡേഷനിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണെന്ന്. ഏതാണ്ട് 50,000-ഓളം ബെഡ് ടൂറിസ്റ്റുകൾക്കായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതേ സമയത്ത് ലോക്കൽസ് എന്ന് പറയുന്നത് ഇവിടെ 25,000 വരുന്നുള്ളൂ. അതായത് 1,00,000 മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയൊക്കെ തന്നെ വിനോദസഞ്ചാരികളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ നിയന്ത്രണത്തിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. ആ കാണുന്നത് ഹോട്ടലിലേക്ക് അതിഥികളെ കൊണ്ടുവരുന്ന ബോട്ടാണ്. ഹോട്ടലിലേക്ക് അതിഥികളെ കൊണ്ടുവരുന്ന ധാരാളം ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണ എയർപോർട്ടിൽ നിന്ന് ഷട്ടിൽ ബസ്സും മെട്രോയുമൊക്കെ ഉള്ളതുപോലെ മാർക്കോപോളോ എയർപോർട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വാട്ടർ ബസ് ഷട്ടിലും പ്രൈവറ്റ് വാട്ടർ ടാക്സിയുമൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും താമസ സ്ഥലത്തേക്ക് പ്രൈവറ്റ് വാട്ടർ ടാക്സിയിൽ വരുന്നവരാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഇടുങ്ങിയ കനാലിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഗോണ്ടോലാസ് തന്നെ വേണം. 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെനീസിലെ വെള്ളത്തിൽ ഗോണ്ടോല ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ 10,000-ഓളം ഗോണ്ടോലകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 400ആയി കുറഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടുങ്ങിയ കനാലുകൾ പോലെ പ്രാചീനമായ ഈ ഇടുങ്ങിയ നടപ്പാതകളും വെനീസിൻ്റെ പ്രത്യേകതയാണ്. വെള്ളത്തിലൂടെ മാത്രമുള്ള യാത്ര, ബോട്ടിറങ്ങിയാൽ നടക്കാനുള്ള ചെറിയ നടപ്പാലങ്ങൾ, ഇടുങ്ങിയ തെരുവുകൾ, പ്രകൃതിയോടിണങ്ങിയ സാമൂഹിക സാംസ്കാരിക ജീവിതം, ഇതെല്ലാമാണ് വെനീസിനെ വ്യത്യസ്തമാക്കുന്നത്. പള്ളിയും കലാ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെയുള്ള വെനീസിലെ പ്രദേശമാണിത്. വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ ഫോട്ടോ പ്രദർശനം കണ്ടപ്പോൾ ഇവിടെ കയറിയതാണ്. കോളേജ് വിദ്യാർത്ഥികൾ പകർത്തിയ സാധാരണ ഫോട്ടോസാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പ്രവേശിക്കുന്നതിന് ഫീ ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് ഇതിൻ്റെ സംഘാടകനായ ആൻഡ്രിയ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. I don't think a fee that small will prevent tourists to come here. I think it was made to lower the number of tourists, but rather than gather money for some side projects, maybe involving tourism or infrastructures or whatever. ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യം വെനീസിൽ മാത്രമല്ല പല യൂറോപ്യൻ സിറ്റികളിലും ശക്തമാണ്. സ്പെയിനിലെ സിവിയയിൽ പോയപ്പോൾ ഇതിനെതിരെ പ്രതിഷേധം കണ്ടിരുന്നു. അതുപോലെ ബാഴ്സലോണ, ലിസ്ബൺ, ആംസ്റ്റർഡാം തുടങ്ങിയ നഗരങ്ങളിലും ടൂറിസത്തിന് നിയന്ത്രണം വേണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്.